ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രപഞ്ച സൃഷ്ടിയുടെ തന്നെ അത്ഭുതങ്ങളിൽ പെട്ട ഒരു ചെടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന എയർ പ്ലാന്റ്. ആ എയർ പ്ലാന്റ് വംശത്തിൽ തന്നെ പെട്ട റൂബ്ര എന്ന ഇനത്തിൽപ്പെട്ട എയർ പ്ലാന്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവയ്ക്ക് നിൽക്കാൻ ആവശ്യമായ ഒരു ചെറിയൊരു ഇടം മാത്രം നമ്മൾ നൽകിയാൽ മാത്രം മതിയായിരിക്കും. കാരണം ഇവയ്ക്ക് മണ്ണോ അതുപോലെ തന്നെ മറ്റ് മീഡിയോ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് എയർ പ്ലാന്റുകൾ. അതിമനോഹരമായ ചെറിയ ലീഫുകളും അതിനോടൊപ്പം തന്നെ മെച്യൂർ എത്തുന്ന ചെടികളിൽ വളരെ മനോഹരമായ വയലറ്റ് നിറത്തിലുള്ള ചെറിയ പൂക്കളും ലഭിക്കുന്ന ഈ റൂബ്ര പ്ലാന്റ് നമുക്ക് ഇന്ന് കൊച്ചു കേരളത്തിൽ വളരെയേറെ ആൾക്കാരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇത് ഇൻഡോറും നമുക്ക് ജസ്റ്റ് ഔട്ട്ഡോറും നമ്മുടെ ജസ്റ്റ് അക്വേറിയം പ്ലാന്റുമായിട്ടും എല്ലാം വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റാണ് റൂബ്ര എയർ പ്ലാന്റ്. ചെറിയ പോട്ടുകളിൽ വളർത്തുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്. കാരണം ഇവയ്ക്ക് ജലസേചനത്തിന് ആവശ്യമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം മതിയാവും ഇതിന് ജലമെന്ന് പറയാം. മറ്റ് വളങ്ങളോ മറ്റ് മീഡിയംസോ ഒന്നും ഇതിനാവശ്യമില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ നിന്ന് ആവശ്യമായ ജലാംശവും അതുപോലെ തന്നെ ഈ ചെടിക്ക് വളരാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈ ചെടി സ്വയമേ ആഗിരണം ചെയ്ത് എടുക്കുന്ന രീതിയാണ് റൂബ്ര എയർ പ്ലാന്റിനുള്ളത്. അതുകൊണ്ട് നമ്മുടെ കെയറിങ്ങിനേക്കാളും ചെടി ഇഷ്ടപ്പെടുന്ന പ്രകൃതിയുടെ കെയറിങ് തന്നെയാണ്. അതുകൊണ്ട് ചെറിയ പോട്ടുകളിൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന എവിടെ വേണേലും ഈ ചെടി നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താം. കാരണം പലപ്പോഴും പറയാറുണ്ട്, ചെടി വളർത്താൻ ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ പരിചരണത്തിലോട്ട് എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ചെടിയോടുള്ള മടുപ്പ് തോന്നുന്നത്. അങ്ങനെയുള്ളവർക്ക്, ചെടിയോട് ഇഷ്ടമുള്ളവർക്കും ഒരു ഇൻഡോർ പ്ലാന്റിനോട് ഇഷ്ടമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് റൂബ്ര പ്ലാന്റ്. അതിമനോഹരമായ ഇതിൻ്റെ പൂക്കളും കൂടെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പ്ലാന്റ് എല്ലാവരും ഒന്ന് വാങ്ങി വെക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.